കേരളത്തിൽ വ്ളോഗർമാരെ കൊണ്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. വേണ്ടതിനും വേണ്ടാത്തതിനും റിവ്യൂ പറഞ്ഞും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും യൂട്യൂബിൻ്റെ ഡോളറും ഫേസ്ബുക്കിൻ്റെ ഡോളറും കൈയിട്ട് വാരാൻ നിൽക്കുന്ന മലയാളികൾക്കിടയിൽ ട്രാവൽ ബ്ലോഗിങ്ങിൻ്റെ ലോകത്ത് ഇന്ന് സുപരിചിതനായ വ്യക്തിയാണ് PT മുഹമ്മദ്. സാധാരണ കണ്ടു പരിചയിച്ച യാത്രാ വിവരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ചക്കാരൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു അനുഭവം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. കേവലം സ്ഥലങ്ങൾ കാണിച്ചു തരിക എന്നതിലുപരി ആ സ്ഥലങ്ങളിലെ ആത്മാവിനെ തൊട്ടറിയുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. മിക്ക വ്ളോഗർമാരും പ്രശസ്തമായ വിനോദസഞ്ചാരങ്ങളിലേക്കും തിരക്കേറിയ നഗരങ്ങളിലേക്കും ക്യാമറ തിരിക്കുമ്പോൾ PT മുഹമ്മദ് തിരഞ്ഞെടുക്കുന്നത് അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഉൾനാടൻ ഗ്രാമങ്ങളാണ്. നോർത്ത് ഇന്ത്യയിലെ കുഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നു. ഗ്ലാമറില്ലാത്ത ആ ജീവിതങ്ങളെ ഇത്ര മനോഹരമായി ആർക്കും പകർത്താനാവില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നമ്മൾ കാണുന്ന മനുഷ്യർ തികച്ചും നിഷ്കളങ്കരാണ്. പാവപ്പെട്ടവരും എന്നാൽ സ്നേഹം കൊണ്ട് സമ്പന്നരുമായ ആ മനുഷ്യർ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രീതി കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. ലളിതമായ ആ വസ്ത്രധാരണവും സംസാരവും അവരിൽ ഒരാളായി അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റുന്നു. ഭാഷയോ വേഷമോ ഒന്നും അവിടെ ഒരു തടസ്സമാവുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള ഹൃദയബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയുടെയും കാതൽ. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാത്ത ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും പുഞ്ചിരിക്കുന്ന ആ ഗ്രാമീണരെ കാണുമ്പോൾ നമുക്കും അവരോട് ഒരു ഇഷ്ടം തോന്നിപ്പോകും. കഥ പറയാം എന്ന മനോഹരമായ ആമുഖത്തോടെയാണ് ഓരോ വീഡിയോയും തുടങ്ങുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പഴയ സുഹൃത്ത് നമ്മളുടെ അരികിലെത്തി വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് പോലെ തോന്നും. ഈ ഒരു ശൈലി പ്രേക്ഷകർക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി വേറെ തന്നെയാണ്. വിവരണം നൽകുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന മിതത്വം ശ്രദ്ധേയമാണ്. ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെയും എന്നാൽ ആത്മാർത്ഥതയോടു കൂടിയുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അനാവശ്യമായ ബഹളങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ഇടപഴകുന്ന രീതിയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന മറ്റൊരു ഘടകം. അപരിചിതരായ ആളുകളോട് പോലും വർഷങ്ങളായുള്ള പരിചയം ഭാവിക്കാനും അവരെ കംഫർട്ടബിൾ ആക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളിൽ വരുന്നവർ ഇത്രത്തോളം സ്വാഭാവികമായി പെരുമാറുന്നത്. പോസിറ്റിവിറ്റി മാത്രമാണ് PT മുഹമ്മദിൻ്റെ വ്ളോഗുകളുടെ മുഖമുദ്ര. കുറവുകളെ ആഘോഷിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ അദ്ദേഹം ശ്രമിക്കാറില്ല. ഏത് പ്രതിസന്ധിയിലും ഒരു നല്ല വശമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രാ ചിത്രങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ ഉയലുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു തീർക്കുമ്പോൾ മനസ്സിന് ഒരു ശാന്തത അനുഭവപ്പെടും. നന്മയുള്ള ലോകം ഇന്നും നിലനിൽക്കുന്നു എന്ന വലിയ സന്ദേശമാണ് അദ്ദേഹം ഓരോ ചെറിയ ഗ്രാമത്തിൽ നിന്നും നമുക്ക് നൽകുന്നത്. യാത്ര എന്നാൽ ദൂരങ്ങൾ താണ്ടുക എന്നതിലുപരി മനുഷ്യരെ മനസ്സിലാക്കുക എന്നാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നു. ഒരു വലിയ കാറിൽ പോകുന്നതിനേക്കാൾ സന്തോഷം നടന്നുപോയി ഒരാളെ ചേർത്തു പിടിക്കുന്നതിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വ്ളോഗും ഓർമ്മിപ്പിക്കുന്നു. ട്രാവൽ ബ്ലോഗിംഗ് എന്ന മേഖലയിൽ ഗുണനിലവാരമുള്ള ഉള്ളടക്കം കൊണ്ട് തൻ്റേതായ ഒരിടം കണ്ടെത്താൻ PT മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. കാപട്യങ്ങളില്ലാത്ത ആ ചിരിയും പെരുമാറ്റവും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യവും. ഇനിയും ഒരുപാട് കഥകൾ പറയാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. പുതിയ പുതിയ ഗ്രാമങ്ങളിലൂടെയും മനുഷ്യരിലൂടെയും PT മുഹമ്മദ് നടത്തുന്ന ഈ യാത്രകൾ നമുക്ക് എന്നും ഒരു വലിയ പ്രചോദനമാണ്. നന്മയും പോസിറ്റിവിറ്റിയും നിറഞ്ഞ ഈ രീതി വരുംകാല വ്ളോഗർമാർക്കും ഒരു മാതൃകയാക്കാൻ പറ്റട്ടെ.